ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനിയുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ ഞാൻ ബോറാക്കുന്നില്ല, നേരെ അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രമോ കണ്ടു കാണുമായിരിക്കും. ഇതിനു മുമ്പ് നമുക്ക് ഈ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ നന്ദു പോലീസ് യൂണിഫോമിലൊക്കെ വരികയാണ്. ഏതായാലും നന്ദു പോലീസ് യൂണിഫോമിൽ വരുമ്പം പേടിക്കേണ്ട കുറച്ച് ആൾക്കാർ നമ്മുടെ അനന്തപുരി തറവാട്ടിലുണ്ട്. അതുപോലെ തന്നെ രേവതി, വേണു, ഇവരൊക്കെ പേടിക്കേണ്ടവരാണ്. തെളിയിക്കാതെ കിടക്കുന്ന കുറെ കേസുകളൊക്കെ ഇങ്ങനെ ആ ഒരു സ്റ്റേഷൻ പരിധിയിൽ തന്നെ കിടപ്പുണ്ട്. ആ ഒരു സ്റ്റേഷൻ പരിധിയിൽ ചാർജ് എടുക്കുകയാണെങ്കിൽ ആ കേസുകളായിരിക്കും നമ്മുടെ നന്ദു ആദ്യം തെളിയിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പേടിക്കണമല്ലോ ഇവർക്കൊക്കെ. അപ്പൊ ഒരു അടിപൊളി പ്രമോയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പം വരാൻ പോകുന്ന വിശേഷം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടേ. അതായത് ഈ ഒരു പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് വരുന്ന വിശേഷം നമ്മളെ കാണിച്ചു എങ്കിലും അത് അടുത്ത ആഴ്ച ലാസ്റ്റത്തേക്കൊക്കെ ആകാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ ഇപ്പൊ നമ്മുടെ ചന്തുമോളുടെ ആ ഒരു ആഘോഷം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചന്തുമോളുടെ പിറന്നാൾ ആഘോഷമാണ്. ജലജയാണെങ്കിൽ അതൊക്കെ പിടിച്ചു പകർത്തി നേരെ നവ്യയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കണം. അത് കനകയും ഗോവിന്ദനും ഒക്കെ കാണണം, അവരുടെ മനസ്സുരുകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ജലജ നേരെ അത് സെൻഡ് ചെയ്യുന്നത് നവ്യയുടെ ഫോണിലേക്കാണ്. അങ്ങനെ നവ്യയുടെ ഫോണിലേക്ക് വന്നു. അപ്പൊ ഫോൺ ഇങ്ങനെ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ അടുത്തിരിപ്പുണ്ട്. അപ്പൊ കൊച്ചിനെ കൊഞ്ചിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. പേരപ്പനും പേരമ്മയും കുട്ടികളെ കാണുമ്പോൾ കൊഞ്ചിക്കുമല്ലോ. അപ്പൊ ആ ഒരു കൊഞ്ചിയിലൊക്കെയാണ്. അപ്പൊ അഭിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഇങ്ങനെ ആരെങ്കിലും കൊഞ്ചിക്കാറുണ്ടോ എന്നിങ്ങനെ നവ്യ ചോദിക്കുമ്പോൾ അഭിയും പറയുന്നുണ്ട്, അത് ശരിയോ നവ്യ, അനന്തപുരി തറവാട്ടിൽ ആർക്കും നമ്മുടെ അനന്തപത്മനാഭനെ വേണ്ട. എന്ത് ചെയ്യാനാ, അവിടെ വന്ന് കയറിയ ആ മൂദേവി കൊച്ച് ചന്തുമോള മതിയല്ലോ. അതാണല്ലോ അവിടെ ഇപ്പം പിറന്നാളൊക്കെ ആഘോഷിക്കുന്നത്. ഇതൊക്കെ ആയി പോയല്ലോ നമ്മുടെ കുഞ്ഞിന്റെ യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഫോണില് മെസ്സേജ് വന്നത്. അപ്പം ഈ മെസ്സേജ് കണ്ടതും നമ്മുടെ നവ്യ എടുത്തുട്ടോ. അപ്പൊ നവ്യ നോക്കിയപ്പോഴത്തേക്കും അതെ, അഭിയുടെ അമ്മയാണല്ലോ മെസ്സേജ് അയച്ചത്. അപ്പൊ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ വീഡിയോ മുഴുവൻ, പിറന്നാളിന്റെ ആഘോഷത്തിന്റെ വീഡിയോ മുഴുവനും. ഇത് കണ്ടതും അഭിക്കും ദേഷ്യം വരികയാണ്. അപ്പൊ അഭിക്ക് ദേഷ്യമല്ല വരുന്നത്, അതിലേറെ നമ്മുടെ അഭിക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ്. ഇത് നവ്യയുടെ കൈ കിട്ടിയത് കൊണ്ട് തന്നെ നവ്യ ഇത് കാണുമ്പോൾ കനകേനെ കാണിക്കും, ഗോവിന്ദനെ കാണിക്കും. അവരൊക്കെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് മനസ്സിൽ ആലോചിച്ചേക്കുന്നത്. അങ്ങനെ ഈ ഒരു ഫോട്ടോ കണ്ട ഉടനെ തന്നെ നമ്മുടെ നവ്യ, ഇത് കണ്ടോ അച്ഛ അമ്മേ, ഇത് കാണ്, ഞാൻ പറയുന്നതിലല്ലേ തെറ്റുകുറ്റങ്ങളൊക്കെ, ഇതേ കണ്ടോ, ഇവക്ക് എന്തിന്റെ ഏനക്കേടാന്ന് എനിക്ക് അറിയാൻ മേലാഞ്ഞത്. കണ്ടവളുടെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് കൈ പിടിച്ച് കേക്ക് മുറിപ്പിക്കുന്നു. ഇത് അത്രയ്ക്ക് നല്ല കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കാണാൻ പറ്റത്തില്ലാഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അല്ല പിന്നെ മോക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ ഇത് എനിക്ക് എന്റെ അമ്മായിയമ്മ അയച്ചു തന്നു. ആഹാ, ആര്, ജലജയോ? അമ്മ അയച്ചു തന്നാ ഇത് എന്ന് പറഞ്ഞ് ഇത് കാണാണ്. ഇത് കണ്ടതും നമ്മുടെ കനക, എനിക്കറിയില്ല ഗോവിന്ദേട്ടാ, ഇതെന്താ നമ്മുടെ മോൾ ഇങ്ങനെയായി പോയത്? മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. ഒരു മോളുടെ ജീവിതം നന്നാവുമ്പോ മറ്റു മോളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോവുകയാണല്ലോ. എന്തിനാ അവള് ആ കുട്ടിയെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണുകയും ഇങ്ങനെയൊക്കെ ചെയ്യാനും തോന്നുന്നത്? ഏതെങ്കിലും ഒരു ഭാര്യമാർക്ക് തോന്നും ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഭാര്യ ആർക്കും തോന്നൂല, അമ്മയാണെ അംഗീകരിക്കുവോ? ഈ പറഞ്ഞ് ഞാനാണെങ്കിലുണ്ടല്ലോ, ആദർശേട്ടന്റെ സ്ഥാനത്ത് അഭിയങ്ങാണോ ആണെങ്കിൽ ഞാന് തൂക്കി എറിഞ്ഞിട്ട് ഈ വീട്ടിൽ വന്ന് നിന്നേനെ, എന്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട്. അല്ലാതെ ഞാൻ അവിടെ കടിച്ചു പിടിച്ച് പിന്നെ കിടക്കില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ അഭിയാണെങ്കിലും എടി അതെന്റെ കുഞ്ഞാ, അതൊക്കെ അറിയാതെയാണല്ലോ നീ എന്റെ കൂടെ നിൽക്കുന്നത്. ഏതായാലും അതൊന്നും ഉടനെ വെളിയിൽ വരാൻ പോകുന്നില്ലടി. എന്റെ ഏട്ടൻ ആദർശവീരനായ ആദർശ്, അവൻ കുറെ അപമാനം അങ്ങ് സഹിക്കട്ടെ, അതാ നല്ലത്. എന്നെ കൊണ്ട് പറ്റില്ല ആ വിഴുപ്പിനെ ചുമക്കാനായിട്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് കനകയൊക്കെ, അല്ല അഭിമോനെ എന്താ പറ്റിയത്? അഭിമോൻ ഇത് പറഞ്ഞപ്പോ എന്താ നിന്ന് ചിന്തിക്കുന്നത്? ഹേയ് ഒന്നുമില്ല അമ്മേ, ഞാൻ ചിന്തിച്ചത് നമ്മുടെ അനന്തപത്മനാഭനെ കുറിച്ച് ഓർക്കുമ്പോഴാ. നമ്മുടെ അനന്തപത്മനാഭനെ ആർക്കും വേണ്ട, അവിടെ ആർക്കും ഒരു സ്നേഹവും ഇല്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ നവ്യ പറയുന്നത്, എങ്കിൽ പിന്നെ കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കാമേ. കാരണം വേറൊന്നുമല്ല, ഇവിടെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഞാനും എൻ്റെ അഭിയും മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ അഭിയും പറഞ്ഞു, അല്ല നവ്യെ, നിനക്കിവിടെ കുറച്ച് ദിവസം നിൽക്കണമെങ്കിൽ നീ ഇവിടെ നിന്നോ, വേണമെങ്കിൽ ഞാനും കൂടെ ഇവിടെ നിൽക്കാന്ന്.
അപ്പോഴത്തേക്ക് നവ്യ പറഞ്ഞു, ഹേയ് അത് വേണ്ട, അത് ചിലപ്പം അനന്തപുരി തറവാട്ടിൽ ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, മുത്തച്ഛനും മുത്തശ്ശിക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നെ അവരുടെ ഇഷ്ടത്തിനല്ലേ നമ്മളെന്ന് വെച്ചാൽ ജീവിക്കുന്നത്, അവരുടെ ഇഷ്ടത്തിനൊന്നും നമ്മൾ ജീവിക്കണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അഭി ഇങ്ങനെ പറയാണ് നവ്യയോട്. ഏതായാലും ഇവിടെ ഈ ഒരു വീഡിയോ കണ്ടതിൽ പിന്നെ നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനുമാണ് കേട്ടോ വിഷമം. കൂടുതൽ വിഷമം അവർക്ക് തന്നെയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന ചടങ്ങാണ്. അങ്ങനെ അനന്തപുരി തറവാട്ടിലെ നമ്മുടെ മുത്തശ്ശനും കൂടെ ചന്തുമോൾക്ക് ഒരു ചെറിയൊരു നെക്ലേസ് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, സ്വർണ്ണമൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ എന്താ ആവശ്യം, ഇതൊക്കെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ, വലിഞ്ഞു കയറി വന്ന ഒരുത്തിക്കാ ഇതൊക്കെ കൊടുക്കുന്നതെന്ന് ഓർത്തോണം എന്നൊക്കെ ജലജ പറയുമ്പം, ജലജ നീ മിണ്ടരുത്, നിന്നോട് ഞാൻ പറഞ്ഞു നീ മിണ്ടി പോകരുതെന്ന്. വലിഞ്ഞു കയറി വന്ന ഒരുത്തിയല്ല, വലിഞ്ഞു കയറി വന്ന പലരെയും ഇതിനകത്ത് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അതിലൊരാളാണ് നീ എന്ന് ഓർത്താല് നിനക്ക് കൊള്ളാം. നിനക്ക് ഞാൻ പലതും തരാതിരുന്നു എങ്കിൽ നീ ഇപ്പൊ ഈ നാക്ക് പൊങ്ങി സംസാരിക്കത്തില്ലായിരുന്നു എന്ന്. അപ്പോഴത്തേക്കും ജലജയുടെ വായങ്ങ് മൂടി കെട്ടിട്ടോ. ഈ സമയത്താണെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്, അനാമികയ്ക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അനാമിക ഈ വീഡിയോ കണ്ടിട്ട്, കണ്ടില്ലേ ആ പെണ്ണിന്റെ യോഗം ഒന്ന് കൂട്ടിക്കൊണ്ടാ മതി, കാണ് അച്ഛാ ദേ കണ്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, എങ്കിലും ആ നയന എന്ന് പറയുന്ന അവളെ സമ്മതിക്കണം, സ്വന്തം ഭർത്താവിന്റെ അവിഹിതത്തിലുള്ള ഒരു കുഞ്ഞിനെ കയറ്റി വെക്കുക വീട്ടിനകത്ത്, സ്വന്തം അമ്മയെ പോലെ ആ കുഞ്ഞിനെ കൊഞ്ചിക്കുക, സ്വന്തം മകളെ പോലെ ആ കുഞ്ഞിനെ നോക്കുക. ഇതിനൊക്കെ ഇച്ചിരി ഉളുപ്പ് വേണം കേട്ടോ. ഇത് വല്ലാത്ത ഒരു സ്വരൂപം തന്നെ ആയി പോയി അവള്. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അവിടെ കടിച്ചു പിടിച്ച് അങ്ങനെയെങ്കിലും നിന്നല്ലേ പറ്റൂ. അപ്പൊ അതിന് ഇതൊക്കെ വേണ്ടി വരും, കടിച്ചു പിടിച്ച് നിൽക്കണ്ടേ അവിടെ, ഇല്ലെങ്കിലേ അവളുടെ സ്ഥാനം വീട്ടിന് പുറത്താകും. ഈ പറയുന്നവള് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ പിന്നെയും കിടക്കേണ്ടി വരില്ലേ. അപ്പൊ നമ്മുടെ വേണു പറയുന്നുണ്ട്, ഇനിയിപ്പം ദാരിദ്ര്യം പിടിച്ചൊന്നും വീട്ടൊന്നും പറയണ്ട, ഇനിയിപ്പൊ SI ചാർജ് എടുക്കാൻ പോകുന്ന SI വരാൻ പോകുന്ന വീടാണല്ലോ, SI ആകാൻ പോകുന്ന വൃത്തിയുള്ള വീടാണല്ലോ അത്. അതുകൊണ്ട് ദാരിദ്ര്യം പിടിച്ച വീടാണെന്നൊന്നും പറയണ്ട. മാത്രമല്ല നയനയ്ക്ക് വെച്ചടി കയറ്റമാണല്ലോ, ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പം അനന്തപുരി തറവാട്ടിൽ നിന്ന് പോയാലും മൂർത്തീസ് ജ്വല്ലറീസ് നിന്ന് പോയാലും അവർക്ക് എവിടെയെങ്കിലും ഒക്കെ കയറി പറ്റാനായിട്ട് സാധിക്കും എന്നൊക്കെ ഇങ്ങനെ വേണവും പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ക്യാമ്പും കാണിക്കുന്നുണ്ട് കേട്ടോ. ക്യാമ്പിലാണെങ്കിൽ തകൃതിയായിട്ട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അടുത്ത ആഴ്ച ഒരു അവസാന ഭാഗത്തോടു കൂടിയാണ് നമ്മുടെ നന്ദു പോലീസ് യൂണിഫോമില് വരാൻ പോകുന്നത്. ഈ സമയത്ത് നമ്മുടെ നവ്യയും അതുപോലെ അഭിയും കൂടെ വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട്. അപ്പൊ തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടിയെ കൊഞ്ചിക്കാനായിട്ട് വീണ്ടും നയന വരുമ്പോഴത്തേക്കും നയനെ ഒഴിവാക്കി വിടുന്നുണ്ട്. വേണ്ട, തൊട്ടു പോകരുത് എൻ്റെ കുഞ്ഞിനെ, നിനക്ക് ഇങ്ങനെ ഒരു കുഞ്ഞെനിക്ക് ഉണ്ടെന്നൊരു ബോധ്യം പോലും ഇല്ലല്ലോ, വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഞാൻ പോയി മറ്റവളെ കണ്ടായിരുന്നു, അവളെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ തള്ളയില്ലേ കിടപ്പ് കിടക്കുന്ന കാണണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, എന്താ നവ്യേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച്. പിന്നെ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ചല്ലാതെ പിന്നെ ആരുടെ മുമ്പിൽ വെച്ചാൽ ഞാൻ പറയേണ്ടത്. എങ്ങനെ തോന്നി ആ പെണ്ണിനെ ആദർശേട്ടന് വിടാനായിട്ട്. അവളെ കണ്ടു കഴിഞ്ഞാലും വലിയ തരക്കേടൊന്നുമില്ല, വെറുതെ അല്ല ആദർശവീരനായ ആദർശ അവളുടെ പുറകെ നടന്നൊരു കുഞ്ഞിനെയും കൂടെ ഉണ്ടാക്കി കൊടുത്തത്. ഇത് കേട്ടപ്പോ നമ്മുടെ നയനയ്ക്ക് ദേഷ്യമില്ല. നയന പറഞ്ഞു, നിർത്തുന്നുണ്ടോ, നവ്യേച്ചി എന്റെ ചേച്ചിയൊക്കെയാണ്, പക്ഷെ ഇനി എന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു അക്ഷരം ഇവിടെ മിണ്ടിപ്പോകരുത്. ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ചേച്ചിക്ക് നിന്ന് കരയേണ്ടി വരും. ചേച്ചി കരയുക മാത്രമല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, എന്റെ പിടി വിട്ടു പോവുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അഭിയാണെങ്കിൽ എന്തായിരിക്കും ഇവള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക, ഇനിയിപ്പൊ ഞാനാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് അറിഞ്ഞിട്ടുള്ള പറച്ചില് തന്നെയാണല്ലോ ഇത്. ഇനി ഇവളെങ്ങാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവൂലോ. അപ്പോഴത്തേക്ക് നവ്യ പറഞ്ഞു, അല്ല അഭി എന്താ ഇപ്പൊ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്, ഞാൻ കരയാൻ മാത്രം എന്ത് സംഭവിച്ചു എന്നാ അവൾ ഈ പറയുന്നത്, അവൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അഭി ആകെപ്പാടെ പേടിച്ചു പറിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു പോലീസ് യൂണിഫോമിൽ തന്നെ എത്താൻ പോവാണ്. അപ്പൊ അവിടെ ഈ ഒരു ക്യാമ്പില് പോലീസ് യൂണിഫോമിന് ആ ഒരു ചടങ്ങും കൂടെ കാണിക്കുന്നുണ്ട്, യൂണിഫോം ഇടുന്ന ചടങ്ങുണ്ടല്ലോ ഇവര്. അപ്പം ആ ഒരു ഇതും കൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദു പോസ്റ്റ് എടുക്കാൻ പോകുന്നത് അവിടുത്തെ പരിധിയിലുള്ള സ്റ്റേഷനിൽ തന്നെയാണ്. ഇതറിഞ്ഞതോടുകൂടി ചങ്കിടുപ്പ് കൂടിയിരിക്കുകയാണ് അനാമികയ്ക്കും രേവതിക്കും വേണുവിനും. അവര് സംസാരിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇനി അവൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ തെളിയാതെ പോയ പല കേസുകളും ചിലപ്പോൾ അവള് തെളിയിച്ചെന്ന് വരും, അത് ഭയങ്കര വലിയ പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ജലജയും അഭിയും സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന അഭി പല കള്ളത്തരങ്ങളും ഇതിനകം ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് സ്വർണങ്ങളൊക്കെ മറിച്ചു വിൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ.
അപ്പം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ ഇപ്പൊ ഇത്ര വിശേഷം പറയുന്നുള്ളൂ. ഇനി നാളെ രാവിലെ ബാക്കി വിശേഷം നമുക്ക് കേൾക്കാട്ടോ. അപ്പൊ നാളെ രാവിലെ ഞാൻ വിശേഷം പറയാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നാളെ രാവിലെ കറക്റ്റ് 7:30 ഇടുന്ന പോലെ തന്നെ 7:30, അതുപോലെ നയന് രേവതിയുടെയും സച്ചിയുടെയും കഥ 6:30 ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനും മറക്കരുതേ.